ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബെല്ലാരി ബീഫ് റോസ്റ്റാണിത്. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാം, സമയം കളയേണ്ട ഒട്ടും തന്നെ. ഇപ്പോൾ ഇവിടെ ഞാൻ അതിന് 3/4 കിലോളം ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യൊക്കെയുള്ള ബീഫാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിൽ മിക്സിൻ്റെ ചെറിയ ജാറിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഒരു ഉണ്ടയോളം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 10ഓളം ചെറിയുള്ളി. ഒന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് അരഞ്ഞൊന്നും പോകണ്ട. അപ്പോൾ ബീഫിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, എരിവുള്ളാണെങ്കിൽ അതെടുക്കുക. പിന്നെ 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്. പെരിഞ്ജീരകം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി അതും ചേർത്ത് കൊടുക്കാം. അതൊരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. മസാല പുരട്ടി വെച്ചാൽ കുറേ സമയം ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ തന്നെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ബീഫിൽ തന്നെ വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എത്രയോ വിസിൽ നമ്മളെ കുക്കറിന് അത്രയും, ഞാനിപ്പോൾ ഒരു 7 വിസിലോളം എടുത്തിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടാൻ. ഇപ്പോൾ ഓരോരുത്തർ കുക്കറിൻ്റെ ഇതുപോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ കണ്ടില്ല, നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്കിത് ഒരു പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറേ സമയം നമ്മൾ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വരണം. ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മളിപ്പം എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് നന്നായിട്ട് തന്നെ വീണ്ടും നമുക്കൊന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കാം. ഒട്ടും വെള്ളമില്ലാണ്ട് ഇങ്ങനെ എല്ലാ മസാല ഇതിൽ പിടിച്ച് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വരണം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഒട്ടുമില്ല. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ അത്യാവശ്യം കുറച്ച് ഇതിന് വേണം, അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്ത് 4 കൊണ്ടാട്ട മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ മുളക് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ ഒട്ടും കരിഞ്ഞു പോകരുത്. ഈ ഒരു കളറാകുമ്പോഴത്തേക്കും അങ്ങ് എടുക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിൽ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ 10-12ഓളം ചെറിയുള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വലിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തത്, അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തതാണ്. അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം. ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കളർ തന്നെ വരണം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി മിക്സിൻ്റെ ചെറിയ ജാറിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. കൊണ്ടാട്ട മുളകും അതിൻ്റെ കൂടെ തന്നെ 4ഓളം വറ്റൽ മുളകും ചതച്ച് മാറ്റി വെക്കാം. ഇനി ഉള്ളിയിലോട്ട് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച മുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണിത്, കാരണം നമ്മൾ കൊണ്ടാട്ട മുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ വറ്റൽ മുളകിനും കുറച്ച് എരിവുണ്ട്. അപ്പോൾ അത് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ എരിവ് ഇത്രയും വേണ്ടെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി. എന്നാലും കുറച്ച് സ്പൈസിയോട് കൂടിയിട്ടിരിക്കുന്നതാണ് നല്ല ടേസ്റ്റായിട്ടുണ്ടാവുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബീഫും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു നാരങ്ങേൻ്റെ നീരാണ് എടുത്തത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ ബെല്ലാരി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാകും, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താറിൻ്റെ കൂടെയൊക്കെ പൊറാട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കുക.
അടിപൊളിയാണ്. ലാസ്റ്റായിട്ട് ഞാൻ 2 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ബെല്ലാരി ബീഫ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ ഞാൻ ഇതുണ്ടാക്കിയത് പൊറാട്ടൻ്റെ കൂടെ കഴിക്കാനാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇഫ്താറിൻ്റെ കൂടെയൊക്കെ പൊറാട്ടയൊക്കെ ഉണ്ടാക്കിയാൽ ഈ ബീഫ് റോസ്റ്റിൻ്റെ അടിപൊളിയായിരിക്കും. അല്ലാതെ തന്നെ സാധാ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബെല്ലാരി ബീഫ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാകും. കുറച്ച് സ്പൈസിയോട് കൂടിയിട്ടുള്ള ബീഫാണല്ലോ ഇത്, ബീഫ് റോസ്റ്റാണല്ലോ. അപ്പോൾ സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാകും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.